ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തിക്കും പൂരിക്കും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചന്ന മസാല റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. അതിനായിട്ട് തലേദിവസം കുതിർക്കാനിട്ടിരുന്ന വെള്ളക്കടലയാണ് എടുത്തേക്കുന്നത്. അത് ഒരു കപ്പ് അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പും ചേർത്ത് നമുക്ക് മീഡിയം തീയിൽ 5 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഒരു കടായി അടുപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 10 കശുവണ്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വരട്ടെ. ഇത് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. നല്ല ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ പച്ചപ്പ് മാറിക്കഴിയുമ്പം ഒരു മുറി സവോളയും ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ഇട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാവേ. അതിലേക്ക് ചെറിയ 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്ന വരെ മൂടി വെച്ച് 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ആ കടായിലേക്ക് തന്നെ മസാല വഴറ്റി ആ കടായിലേക്ക് തന്നെ നമുക്ക് കടല ഇട്ട് കൊടുക്കാം. വെന്ത് വന്ന കടലയാണേ. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മസാലയും ചേർത്ത് കൊടുക്കാം. മസാല നമുക്കതിനകത്തുനിന്ന് മിക്സാക്കാം. ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് തിള വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാത്രം ചെറിയ ചട്ടി അടുപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഒരു 1/4 സ്പൂൺ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ. അത് നമുക്ക് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവേ. അതാ എരിവും